തൊടുപുഴ കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിറങ്ങി അതേ സ്കൂളിൽ അധ്യാപകരായി സേവനമനുഷ്ഠിച്ച 3 പേർ പടിയിറങ്ങുന്നു. ഡോക്ടർ നിമ്മിച്ചൻ ജേക്കബ്, സോയി തോമസ്, സൈജു മണി എന്നീ അധ്യാപകരുടെ അപൂർവ വിരമിക്കൽ ചടങ്ങ് സ്നേഹനിർഭരമായി അപൂർവമായ സൗഹൃദയാത്രയിലേക്ക്. അധ്യാപനത്തിലും സൗഹൃദത്തിലും മാതൃകയായ ഇവർ വിദ്യാർത്ഥികൾക്ക് എന്നും പ്രിയപ്പെട്ടവരായിരുന്നു. കെമിസ്ട്രി അധ്യാപകൻ എന്നതിലുപരി ഗവേഷകൻ കൂടിയായ ഡോക്ടർ നിമ്മിച്ചൻ ജേക്കബ് ശാസ്ത്രീയ ചിന്തകൾ കുട്ടികളിൽ എത്തിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. ഞങ്ങൾ ഈ മൂവർ സംഘം കരിങ്കുന്നത്ത് ഇതേ സ്കൂളിൽ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങളുടെ സൗഹൃദത്തെ അസൂയയോടെ വീക്ഷിച്ച കുറേ ആൾക്കാർ ഒരു സൗഹൃദ കൂട്ടായ്മ പോലെ ഞങ്ങൾക്കുണ്ട്. പിന്നീട് വിവിധ കോളേജുകളിൽ പഠിച്ച് 98 ഹയർ സെക്കൻഡറി നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ ഈ സ്കൂളിൽ ഒരുമിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ഏതാണ്ട് 28 കൊല്ലത്തെ സർവീസിന് ശേഷം ഇതേ സ്കൂളിൽ നിന്ന് വിരമിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പൊതുവെ പറയാനുള്ളത്, അധ്യാപനം എന്ന ഒരു തപസ്യ അതൊരിക്കലും ഒരു സർവീസ് പീരീഡ് കൊണ്ട് തീരുന്നില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. പഠിപ്പിക്കുക എന്നത് ഏവൻ്റെയും ഒരു ദൗത്യമാണ്. അത് വീട്ടിൽ നമ്മൾ ആരംഭിക്കുന്നു, സ്കൂളിൽ തുടരുന്നു, അത് സമൂഹത്തിന് വീണ്ടും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ പഠിപ്പിച്ച മക്കൾ ഒക്കെ തന്നെ വിദേശങ്ങളിലുണ്ട്. അവർ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ സെറ്റിലായവർ ഞങ്ങളെ വിളിക്കാറുണ്ട്. അവരുടെ മക്കൾക്ക് ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നവർക്ക് സയൻസും മാത്സും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഈവനിങ്സിലൊക്കെ ഞങ്ങൾ അങ്ങനെ പതുക്കെ ഒരു ഓൺലൈൻ ട്യൂഷൻ പോലെ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ കൂട്ടായ്മകൾക്ക് ജൂനിയർ ചേംബർ, സീനിയർ ചേംബർ പോലെയുള്ള ക്ലബ്ബുകളിൽ കുടുംബ കൂട്ടായ്മകൾക്ക് അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുക, ബന്ധങ്ങളുടെ സൗകുമാര്യം പറഞ്ഞവരെ മനസ്സിലാക്കുക, ബന്ധങ്ങളിലൂടെ സമൂഹം നിലനിൽക്കൂ എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുക. ഈ മിഷനൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വിവിധങ്ങളായ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നൽകുക, ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് സമൂഹത്തോട് പറയാനുള്ളതൊന്നേ ഉള്ളൂ, നല്ല ബന്ധങ്ങൾ എപ്പോഴും സമൂഹം വിലമതിക്കുന്നു, കുട്ടികൾ വിലമതിക്കുന്നു. ബന്ധങ്ങളിലൂടെ സമൂഹം വളരട്ടെ, വ്യക്തി വളരട്ടെ. അങ്ങനെ ബന്ധങ്ങളിൽ നിന്നും ബന്ധങ്ങളിലേക്ക് ചാടി മക്കൾ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു സൈജു മണി. പാട്ടിന്റെയും സൗഹൃദത്തിന്റെയും കരുതലിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. 85 ഇവിടെ SLC 85 SLC ഇറങ്ങിപ്പോയവരാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫാദർ ഇവിടുത്തെ ഒരു അധ്യാപകനാണ്. ഞാൻ 85 വരുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ സൈക്കിളിൻ്റെ പുറകെ വരും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങൾ ഒരു ഡിവിഷൻ തന്നെയാണ് 10ാം ക്ലാസ് ഞങ്ങൾ പരീക്ഷയിലെല്ലാം ഒന്നിച്ചാണ്. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിരുന്നു. തിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും, ഞാനും സോയിയും മാത്സ് എടുത്ത് MSc മാത്സ് എടുത്തു, തിരിഞ്ഞുപോയി. മറ്റേ നിമ്മിച്ചന് കെമിസ്ട്രിയാണ് എടുത്തത്. ഏതായാലും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം വീണ്ടും ഒരുമിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ വീണ്ടും ഇവിടെ +2 വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ വീണ്ടും ഇവിടെ ഒരുമിച്ചായി. വർഷങ്ങളോളം ഞങ്ങളിവിടെ ഒന്നിച്ച് പഠിപ്പിച്ചു. ഞങ്ങൾ പെൻഷൻ വരുന്നത് എല്ലാം സെയിം ഈ വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാനൊരു ഭാഗ്യമുണ്ടായി. ഞാൻ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കുട്ടികളിൽ ഗവേഷണ മനോഭാവം വളർത്തുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഒരേ സ്കൂളിൽ പഠിപ്പിച്ചു എന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഇവർ കാണുന്നത്. കൃത്യതയും അച്ചടക്കവും മുഖമുദ്രയാക്കിയ അധ്യാപന രീതിയായിരുന്നു സോയി തോമസിൻ്റേത്. 1985 SSLC ബാച്ചുകാരായ ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ വിധി ആകസ്മികമായിട്ട് ഞങ്ങളെ ഒരുമിച്ച് ചേർത്തു. 1998 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PJ ജോസഫ് സാർ +2 വ്യാപകമായിട്ട് ആരംഭിച്ചപ്പോൾ കരിങ്കുന്നം സ്കൂളിലും +2 ആരംഭിച്ചു. അന്ന് 2 ബാച്ചായി തുടങ്ങിയ ഈ +2 സംവിധാനം ഇന്ന് 6 ബാച്ചുകളിലായിട്ട്, ഫസ്റ്റിലും സെക്കൻഡിലുമായിട്ട് 12 ബാച്ചുകളിലായിട്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളുകളിലൊന്നായി തലയെടുപ്പോടെ നിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അധ്യാപന രംഗത്ത് ഇവർ നൽകിയ സംഭാവനകൾ വരും തലമുറകൾക്ക് വലിയ പ്രചോദനമാണ്. വിരമിക്കലൊരു അവസാനമല്ല, മറിച്ച് ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ മൂവർ സംഘം വിദ്യാലയത്തോട് വിട ചൊല്ലുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നഷ്ടമാകുന്നതിന് വേദനയിലാണിപ്പോൾ സ്കൂളും വിദ്യാർത്ഥികളും.